ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. കണ്ണലച്ചു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്ത് തന്നെ ഇവിടെ കലിപ്പാണ്, ഊഞ്ഞാലാടാനായിട്ടുള്ള ഇത്. ഒരാൾക്ക് കണ്ണന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ലച്ചുവിനാടല, ലച്ചുവിന് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ സമ്മതിക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ കാലത്തത്തെ ഇവിടുത്തെ അംഗം. ലച്ചുട്ടിയെ, ലച്ചുട്ടി. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരി വല്ലാണ്ട് ഫ്രൈ ആക്കണില്ല കേട്ടോ ഞങ്ങൾ, കാരണം ഫ്രൈ ആക്കി കഴിഞ്ഞാൽ അച്ചായിക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അധികം ഫ്രൈ ആക്കില്ല. അതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബേബി കുളി കഴിഞ്ഞു, അതാ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് വേണം ലച്ചു ബേബിക്ക് ഒരുങ്ങാനായിട്ട്. ഒരുങ്ങി കഴിഞ്ഞിട്ട് അടുത്ത് എന്താ ലച്ചേ, കളി. ലച്ചൂട്ടി ഇതേ മുടി കെട്ടാനായിട്ടുള്ള പരിപാടിയാണ്. തന്നെ മുടിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അത് മൊത്തം ചടകുത്തി കളയാനുള്ള വഴിയാന്ന് തോന്നുന്നുണ്ട്. അപ്പം കണ്ണൻകുട്ടി കുളി കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടനാക്കിയിട്ട് ഹായ് കാണിച്ചാലും അവന് ഇനി ഊഞ്ഞാലാടാൻ പോവുക. ലച്ചു ബേബി തന്നെ പിരുക എഴുതണു, പൊട്ട് കുത്തണു. എന്താക്കാനാണോ അവന് ലച്ചു ബേബി ഇരിക്കണേ? ആ സുന്ദരിയായില്ല നമ്മുടെ മോൻ. ആ ശരി, ബൈ. കുളി കഴിഞ്ഞിട്ട് ഇതാ അടുക്കള പണിയിലേക്ക് കിടക്കുകയാണ്. ചോറിനുള്ള വെള്ളം വെച്ചു. ഇനി കറികളും കാര്യങ്ങളുമായിട്ട് ഇനി അടുക്കള പണിയിലേക്ക്. എന്തിട്ടില്ല കണ്ണുമല ചെയ്യണേ? ഉപ്പുമുളകും മാങ്ങയും ഉപ്പും മുളകും. ഇത് ഉപ്പും മുളക് പൊടിയും കുരുമുളക്, ഇതൊക്കെ നല്ല എരിവാ കൂട്ടാ. എരിഞ്ഞൊരു വിധത്തിലാകും. ഇതാ നോക്ക്, വീട്ടിൻ്റെ കൊണ്ടുവന്ന് മാങ്ങ കഴിയണോടം വരെ ഇനി ഇവരുടെ പണി ഇതായിരിക്കും. ഇവിടുത്തെ കറിയും മാങ്ങക്കറി തന്നെയാവും. ആസ്പത്രി പോയിട്ട് ആളെത്തി. എന്തിട്ട് പറഞ്ഞേ? നല്ല കപക്കെട്ട കൊണ്ട് മാങ്ങ തിന്നാനായിട്ട്. മാങ്ങ തിന്നാ എടുത്തോണ്ടോ, കവറെടുത്തോണ്ടോ. കവർ കൊക്കാൻ പോയതല്ലേ, ഇപ്പം ഒന്നുമില്ല കവറിൽ. നല്ല ഫ്രഷ് ചീര കിട്ടിയിട്ടുണ്ട്. മറുപടി ചലിയുന്ന കേട്ടോ മേടിച്ചേ. നല്ല നാടൻ ചീര. എത്രയാ? ഒരു കെട്ടിന് 25. നല്ല ചീര കേട്ടോ. നല്ല നാടൻ പയറും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ കൃഷിക്കാർ വിളവെടുത്തിട്ട് കടകളിൽ കൊടുക്കണം. ഇവിടെ മറുപടി ചാലിൽ തന്നെ വരവല്ല, ഇതൊക്കെ അവരുടെ പറമ്പുകളിൽ അവർ തന്നെ ചെയ്തേക്കണതാണ്. നല്ല പയറും നല്ല ചീര. ബേബിക്ക് കുറച്ച് ദിവസമായി പറയണ ഇപ്പി ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ അത് കിട്ടി, പയറും ഉപ്പേരി ഉണ്ടാക്കും. നമുക്കുള്ള കറികൾ മാങ്ങയും ഉണക്കച്ചെമ്മീനും കൂടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ആദ്യം ഫ്രൈ ചെയ്യണം. മാങ്ങ, പിന്നെ അത് വേപ്പില, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇത് മൂപ്പിക്കാനുള്ള ചുവന്നുള്ളിയാണ് കേട്ടോ. അപ്പം നമുക്ക് മാങ്ങ ഉണക്കമീനും കൂടെ കറി വയ്ക്കാം. മാങ്ങ തീർന്നോടെ വരാൻ ഈ മാങ്ങ വെച്ചിട്ടുള്ള എന്തെങ്കിലും കറികളാവും. പിന്നെന്താ, പയർ ഉപ്പേരി, അതിലേക്ക് കുറച്ച് നാളികേരം, പിന്നെ കാച്ചാൻ ആവശ്യമായിട്ട് വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക് കഴിഞ്ഞു. അല്ലെങ്കിൽ വറ്റൽമുളക് കൂടി ഇട്ട് ചതച്ചിട്ട് നമുക്കതിലായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് ഞാൻ കറി ഉപ്പേരി ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രേ ഉള്ളൂ. അതാണ് നമുക്ക് മാങ്ങ ചെമ്മീനിലേക്കുള്ള ഇൻഗ്രീഡിയൻസ്: നാളികേരം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. ഇത് എല്ലാം കൂടെ ഞാൻ നന്നായി അരച്ചിട്ട് അരപ്പിലേക്കാണ് നമ്മുടെ മാങ്ങയും ചെമ്മീനും ചേർത്ത് വേവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ വറക്കുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഇതിൽ മാങ്ങയിൽ ചേർത്ത് വേവിക്കുക. അപ്പോൾ നമുക്കിത് അരപ്പ് റെഡിയാക്കാം. അതാണ് നമ്മൾ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ മാങ്ങയുടെയും അരപ്പിൻ്റെയും കൂടെ വേവിക്കാൻ വയ്ക്കുന്നത്. അതാ ഞാൻ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വേപ്പില, മാങ്ങ. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ അതൊന്ന് വറുത്ത് വെച്ചേക്കണ ചെമ്മീനുണ്ടല്ലോ അതൊന്ന് കഴുകുക. ചതയ്ക്കണ്ട, ചതച്ചാൽ നല്ലത്, കാരണം ഇത് അധികം വലിപ്പമില്ല, കുഞ്ഞു ചെമ്മീനാണ്. നമ്മളിതൊന്ന് നന്നായി കഴുകി വാരിയിട്ട് അതിലേക്ക് ഇടുക. അതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർക്കുക. അരപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കുക. ഇതിൽ ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ട്.
നമ്മൾ അരപ്പിലേക്ക് എടുത്തല്ലോ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ അരപ്പ് റെഡിയാക്കിയത്. അപ്പോൾ ഇനി സ്റ്റൗ ഓൺ ചെയ്ത് വേവിക്കുക. കഴിഞ്ഞിട്ട് ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞ് നമ്മുടെ ഒരു വശത്ത് ഉപ്പേരി ഉണ്ടാക്കുക. അവിടെ ചെമ്മീനും മാങ്ങയും തിളച്ചു. അപ്പോൾ നമുക്കിത് ഇവിടെ ഉപ്പേരിയും കൂടെ കാച്ചി കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ ഉച്ചയൂടിൻ്റെ കാര്യങ്ങൾ കഴിയും. എണ്ണ മൂത്ത് കഴിഞ്ഞ് മുളക് പൊടി ചേർക്കുക. അതെ, മിളക് മൂത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പയർ അതിലേക്ക് ഇടാം. മിളക് നല്ല മൂത്ത് നല്ല വെളുത്തുള്ളിയുടെയും നല്ല മിളക് മുരിഞ്ഞ മണമൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി ഒക്കെയാണ് പയർ. ഇത് എന്നിട്ട് വെള്ളം ഒഴിക്കാണ്ട് ഇത് ആവി തന്നെ കേട്ടോ, എണ്ണയിലും ആവിയിലും കൂടിയാണ് വേകുന്നത്. ഞാൻ മിളക് മൂപ്പിക്കാനായിട്ട് ചേർത്തപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഉള്ളി വേഗം മൂക്കാനായിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാമല്ലോ. അപ്പോൾ ഞാനത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കറി ഉണ്ടാക്കുന്നത് പലയിടത്തും പല രീതിയിലായിരിക്കും. നമ്മുടെ ഈ വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിൽ ഈ രീതിയിലുണ്ടാക്കുന്നത്. പലയിടത്തും പല രീതിയിലാണ്. അതേസമയം തിരൂരാണെങ്കിൽ, അതായത് എന്നെ കല്യാണം കഴിച്ച വീട്ടിലാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തു. പക്ഷേ ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യുക, നാളികേരം ചേർക്കും. പക്ഷേ അവിടെ നാളികേരം ചേർക്കില്ല. അവിടെ എല്ലാത്തിനും ഈ കുത്തിക്കാച്ചൽ എന്ന് പറയും. കാരണം തൃശ്ശൂർക്കാരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുത്തിക്കാച്ചൽ. അതായത് ഈ മുളകും ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ച് വേപ്പിലയും ചേർത്തിട്ട് നമ്മളിപ്പോൾ ചെയ്തേക്കണ ആ ഒരു രീതി തന്നെ. പിന്നെ ഞാൻ ഇവിടെ മരവട്ടിച്ചാലിൽ ഞങ്ങളുടെ വീട്ടിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് നാളികേരം കൂടെ ചേർക്കും. എല്ലാത്തിനും കുറച്ച് നാളികേരം ചേർക്കും. അപ്പോൾ അതാണ് അവരുടെ ഇവിടുത്തെ കറികൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ കൂടുതലും മീൻ കറിയിൽ നാളികേരം ചേർക്കില്ല. ഇവിടെ നേരെ മറിച്ച് തൃശ്ശൂർ നാളികേരപ്പാലോ നാളികേരം അരച്ചോ കറി വയ്ക്കും. ഇതൊക്കെയാണ് പലയിടത്തും. അതായത് നമ്മൾ ഇപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. ഒരേ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. മസാലകളാണേലോ ഇതൊക്കെ. പക്ഷെ അതിൽ ചേർക്കുന്ന ചേരുവകളിലും ചെയ്യുന്ന രീതികളും ഒരുപാട് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിനി ആവിയിലിരുന്നിട്ട് വേവട്ടെ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി മൂപ്പിച്ചത് ഇതായിട്ടുണ്ട്. നമ്മളിത് കറിയിലേക്ക് ചേർക്കുക. ഞാനതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുക. അതായത് കറിയുടെ കളറൊന്ന് കണ്ട ഇപ്പം ഇങ്ങനെയാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ആണ് മൂപ്പിക്കുന്നത്. നല്ല മീൻ കറിയുടെ ഒരു കളറാകും. ഇന്നത്തെ ഉച്ചത്തെ കറികളൊക്കെ കറികൾ എന്ന് പറയാനായിട്ട് അധികമില്ല. അപ്പം നമ്മുടെ ഉണക്ക ചെമ്മീനും മാങ്ങയും വെച്ചതും റെഡിയായി, പയറും ഉപ്പേരി റെഡിയായി, പിന്നെ അച്ചാറും പപ്പടമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ കറികൾ. ഉച്ചത്തെ ഊണ് കഴിഞ്ഞപ്പോഴാണ് അതേ കുറച്ച് നമുക്ക് പച്ച ചെമ്മീൻ കിട്ടിയേക്കണത്. അപ്പോൾ നമുക്കത് വെച്ച് വയ്ക്കാനായിട്ട് ചെമ്മീൻ വൃത്തിയാക്കി എൻ്റെ ഉള്ളിലത്തെ നാരൊക്കെ കളഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അത് പച്ച ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരവും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് ഞാൻ നന്നായി അരച്ചെടുക്കും. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളി. അപ്പോൾ നമുക്ക് ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളകും ഇവിടെ കുടംപുളി അത് ചേർത്തിട്ടാണ് നമ്മൾ കുടംപുളിയിലാണ് ചെമ്മീൻ കറി വെക്കുന്നത്. അത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് അരപ്പ് നന്നായിട്ട് അരച്ചിട്ട് കുറച്ച് ചെമ്മീനുള്ളൂ. നമുക്ക് അധികം ചാറും വേണ്ട. കുറച്ച്
ഇനിയിപ്പോൾ അത് അടച്ച് വെച്ച് മൂടുക. അത് കഴിഞ്ഞ ശേഷം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ വയ്ക്കാം. അതാ നമ്മുടെ മൂടി വെച്ചത് തിളച്ച് തുടങ്ങി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ചെമ്മീനിടാം. അരപ്പൊന്ന് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ചെമ്മീൻ നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വറ്റിയിട്ട് ഇതിലേക്ക് ഉള്ളി കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കറി റെഡിയാവും. അപ്പോൾ അതാ നമ്മുടെ പച്ച ചെമ്മീനും കറി വെച്ച് റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരത്തേക്കുള്ള കറികൾ പരിപാടികൾ കഴിഞ്ഞിരിക്കുന്നു. കൈ എടുത്തമ്മ. ഇന്നലെ വറുത്ത ചക്ക വറുത്തതും കൂട്ടിയാണ് ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കുകയാണ്. എങ്ങനെയുണ്ട് ഏട്ടാ ചക്ക വറുത്തത്? സൂപ്പർ. അമ്മച്ചേ ചക്ക വറുത്തത് എങ്ങനെയുണ്ട്? സൂപ്പറാ. ഞങ്ങളുടെ ചക്ക വറുത്തത് ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ കഴിയുകയാണ്. പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്ന് പറയുന്നത് മഴക്കാറുണ്ട്. നല്ല മഴ വരുന്ന ഇവിടെ ഇടിവെട്ടും മഴ ഇന്നലത്തെ പോലെ വൈകിട്ടത്തേക്ക് വെച്ചിട്ടുണ്ട്. നല്ല മഴക്കാർ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വിശേഷവുമായി വരുന്നവരേക്ക് നിങ്ങളുടെ സ്വന്തം ശ്രീ